ഗവേഷണ രംഗത്ത് പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക ഡിജിറ്റൽ രംഗങ്ങളിൽ മുന്നോട്ട് പോകാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ തന്നെ ഉദ്ഘാടനം ചെയ്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് 10 കോടി രൂപ അധികമായി വകയിരുത്തിയിട്ടുമുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയോഗിച്ച കമ്മീഷനുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടത്തി വരികയാണ്. ആ പൂർണ്ണ റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ അവർ ഒരിടക്കാല റിപ്പോർട്ട് നൽകിയെന്നും വരും. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ സർക്കാർ സ്വീകരിച്ചെന്നും വരും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ നിരവധി കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത്. അതിന് ഫലമുണ്ടോ? അതിന് ഫലമുണ്ട്. കാരണം നമ്മൾ ആകെ മാറിപ്പോയി എന്നല്ല, എന്നാലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താ ഫലം? NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലും കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ സർവകലാശാലകളുടെയും കോളേജുകളുടെയും നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കീഴോട്ട് പോവുകയല്ല ചെയ്തത്, മെച്ചപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 240-ൽ 180 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് NAC അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. റീ അക്രഡിറ്റേഷൻ നടന്നു വരികയാണ്. 15 കോളേജുകൾക്ക് A ഗ്രേഡ്, 10 എണ്ണത്തിന് A++ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. കേരള, MG, കുസാറ്റ്, കോഴിക്കോട് ഇത്രയും സർവകലാശാലകൾക്ക് NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 60 റാങ്കുകൾക്കുള്ളിൽ സ്ഥാനമുണ്ട്. സംസ്കൃത സർവകലാശാലയ്ക്ക് NAC A+ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തരല്ല. ഇനിയും നമുക്കേറെ മുന്നോട്ട് പോകാനുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നും നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന് സവിശേഷമായ ഇടപെടൽ ഇതോടൊപ്പം നടത്തുന്നതിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു സ്റ്റേറ്റ് അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തിക്കൊണ്ട് ഗ്രേഡിംഗ് നൽകുന്നതിനുള്ള സംസ്ഥാനത്തെ ഒരു സംവിധാനമാണ്. ഇതിൻ്റെ ഗുണം എന്താ? ഇത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ത്വര സ്വാഭാവികമായി സൃഷ്ടിക്കുന്നതിന് വഴിവെക്കും. അതേപോലെ തന്നെ NIRFൻ്റെ മാതൃകയിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വസ്തുനിഷ്ഠവും സുതാര്യവുമായ രീതിയിൽ അക്കാദമിക് മികവിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് KIRF സംവിധാനം രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതും ഇതിന് സഹായിക്കുകയാണ് ചെയ്യുക. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദേശീയവും അന്തർദേശീയവുമായ റാങ്കിംഗ് മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും ഇത് വളരെ സഹായകരമാകും. ഇപ്പോൾ ചില നടപടികൾ സ്വീകരിച്ചതെന്ന് പറയുന്നത്, ഇപ്പോൾ ലോകോത്തര മലയാളി ശാസ്ത്രജ്ഞനായിരുന്നല്ലോ താണു പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കേരള സർവകലാശാലയിൽ 88 കോടി രൂപ ചെലവിട്ട് അന്തർദേശീയ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച് ലോക നിലവാരത്തിൽ അതിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതിനുള്ള നടപടിയാണ്
സ്വീകരിച്ചു വരുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്നുള്ളതിൽ നിന്ന് മെച്ചപ്പെടണമെന്നുള്ളത് ശരിയാണ്. ഈ കാര്യത്തിൽ ഗവർണറും സർക്കാരും ഒരേ സമീപനമാണ് ഇതേവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഈ പൊതു സമീപനം ഗവർണർക്കും സർക്കാരിനും ഉണ്ടാകുമ്പോൾ പ്രയോഗത്തിൽ അവ കൊണ്ടുവരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് ഉയർന്നു വന്നാൽ അതിന് പരിഹാരം എങ്ങനെയാണ്? സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് പൊതുവായ യോജിപ്പിൽ എത്തുകയാണ് ചെയ്യുക.